വേഗത്തിൽ ആമേൻ ദൈവം നൽകി തന്നു വേണ്ട ചിന്തകൾ പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിച്ച് കാര്യങ്ങളെല്ലാം മുൻപോട്ട് ക്രമീകരിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. എല്ലാവരും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നേ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. സഹോദരന്മാരെ സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നേ. ആമേൻ സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. 18-ാം സങ്കീർത്തനം നമ്മൾ പല ആവൃത്തി വായിക്കാറുള്ള ഭേദഭാഗമാണ്. സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് ഞാൻ 5 വാക്യം വായിപ്പിച്ചത്. ആമേൻ സ്തോത്രം. അതിൻ്റെ 1-ാമത്തെ വാക്യം ഒരാൾ ശബ്ദം ഉയർത്തി വായിക്കാം. Let us read Psalms 18 verse 1. എല്ലാവരും ആ വാക്യം ഒന്ന് പറഞ്ഞു. Let's all read it together. Love you, O Lord. ഒന്നോട് ഉറക്കെ അങ്ങ് പറഞ്ഞു. I love you, O Lord, my strength. ഹല്ലേലൂയ. ഇനി സത്യത്തിൽ ഒരു ദൂതിന്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട വചനമാണ്. What a blessed word of God. എന്റെ ബലമായ യഹോവേ ഞാൻ നിന്നെ. O Lord, my strength, I love you. ഇന്ന് നമ്മുടെ മലയാളികൾക്ക് ഈ ഒരു സാധനം പറയാൻ അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം അമിസ്തോത്രം ഉണ്ടോ? ഭാര്യയോടും പറയത്തില്ല, ഭർത്താവോടും ഒട്ടും പറയത്തില്ല, പിള്ളേരോടും പറയത്തില്ല, ആരോടും പറയത്തില്ല. എന്ത് ആമി സ്നേഹം ഉണ്ടത് കാണിക്കാനും അറിയത്തില്ല, പറയാനും അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് എന്ത് ചെയ്യത്തില്ല. ആമീൻ സ്തോത്രം. എന്നാൽ ഇന്ന് പകലക്കാലം നിറഞ്ഞ ഹൃദയത്തോടെ ആമീൻ ആ കർത്താവിന്റെ മുഖം നോക്കി ഒന്ന് പറഞ്ഞ കർത്താവേ ഞാൻ അങ്ങേ സ്നേഹിച്ചു എന്ന് ഒന്ന് 2 വട്ടം ഒന്ന് പറഞ്ഞുകൊണ്ടൊന്നിരുന്നേ. അപ്പാ ഞാൻ അങ്ങേ സ്നേഹിച്ചു. ഐ ലവ് യു ലോർഡ്. ഞാൻ അങ്ങ് സ്നേഹിക്കുന്ന കർത്താവേ. കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്, വഴികൾ തുറക്കാത്തതുണ്ട്, സൗഖ്യമാകാത്തതുണ്ട്, പ്രാർത്ഥനയുടെ മറുപടികൾ കാത്തിരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് ഹൃദയം തുറന്ന് പറഞ്ഞപ്പാ ഞാൻ അങ്ങ് സ്നേഹിക്കുന്നു. Hallelujah. Hallelujah. This is something our community lacks. We are reluctant to say I love you, even to our family members, even to our dear ones. We are reluctant to say I love you, even though we have love, we don't express it much. So let us today, let us open our hearts and say this to Lord. Lord, I love you. Lord, I love you. Repeatedly, let us say this to our Lord. Hallelujah. I love you. Thank you, Lord. നമ്മൾ പലപ്പോഴും തരണേ തരണേ എന്ന ദൈവത്തോട് പറയും. Most of the time we say give me, give me. ജോലി തരണേ, സൗഖ്യം തരണേ, വിടുതൽ തരണേ. വല്ലപ്പോഴും അല്ല, എല്ലാ ദിവസവും തന്നില്ലേലും കർത്താവേ ഞാൻ അങ്ങേ സ്നേഹിക്കും. Most of the time, hallelujah. Most of the time we say give me job, give me healing, give me deliverance. Even if we are not getting anything, let us say Lord, I love you. Praise the Lord. അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മുടെ പ്രാർത്ഥനയിൽ എന്ത് ചെയ്യണം? തരണേന്ന് പറയാതെ കുറെ നേരം അങ്ങ് പറയണം കർത്താവേ ഞാനങ്ങ് സ്നേഹിക്കുന്നു, ഞാനങ്ങ് സ്നേഹിക്കുന്നു. ആ ദൈവ സ്നേഹം കൊണ്ട് നമ്മുടെ ഹൃദയം നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് നല്ല ഉറപ്പാ എൻ്റെ കർത്താവ് ബാക്കി കരുതിക്കൊള്ളും. സ്തോത്രം. And from today onwards in our prayer, more than saying give me, let us spend more time in saying Lord I love you, Lord I love you. And as we say that and we are filled with the love towards God, we will have that confidence that God will take care of things. Praise the Lord. ഇതെപ്പോഴാ പറയുന്നത്? എൻ്റെ ആ തലക്കെട്ടൊന്ന് വായിച്ചേ. Let us read the heading so that we will know when it is told. ശ്രദ്ധിച്ചേ, ദൈവം ഒരു സ്വസ്ഥത കൊടുത്ത് സകല ശത്രുവിന്റെ കയ്യിൽ നിന്ന് എടുത്തു പറയുന്നുണ്ട്, ശൗലിന്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് ദൈവം അവന്റെ അഭിവൃദ്ധിയൊക്കെ കൊടുത്ത് നന്മയൊക്കെ കൊടുത്ത് സമാധാനമായിട്ട് പോകുമ്പോൾ പാടുകയാണ് കർത്താവേ ഞാനങ്ങേ സ്നേഹിക്കുന്നു. David is singing this song when he got deliverance, when God gave him rest and God delivered him from the enemies, especially from the hand of Saul. He gave deliverance, and when he is in rest, when he is in peace, David is saying, God, I love you. Praise the Lord. Hallelujah. I mean, പലപ്പോഴും ഉയർച്ചകൾ, നന്മകൾ, സ്വസ്ഥതകൾ നാം പ്രാപിച്ചതിനേക്കാളും അർഹിച്ചതിനേക്കാളും ഒക്കെ പ്രാപിച്ച് നാം നല്ല നിലയിലാകുമ്പോൾ അറിഞ്ഞോ അറിയാതെ നാം മറന്നു പോകാറുണ്ട്, നാം ഒഴിവാക്കാറുണ്ട്. എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ മിടുക്ക് കൊണ്ടെന്നൊക്കെ ചിന്ത വരാറുണ്ട്. പക്ഷെങ്കിൽ ദാവീദ് പറയുകയാണ്, സ്വസ്ഥത എല്ലാം കിട്ടി അനുഗ്രഹിക്കപ്പെടുമ്പോൾ അവൻ മറന്നില്ല, കർത്താവേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു.
സ്തോത്രം. Many a times when we receive blessing, when we have good things in our life, when there are no problems, we forget God and we forget God, His presence and His deeds in our life. But David is not forgetting that. After receiving the blessings, after having the peace, he is saying that, Lord, I love you. പ്രൈസ് ദി ലോർഡ്. കുറച്ച് പേര് ഇടയ്ക്ക് എന്നെ വിളിച്ച് പാർശ്വ പാളയം ഇനിയും പറയുമോ എന്ന് ചോദിച്ചു. ഞാൻ ഇന്ന് പാളയം അടിക്കാൻ പോയാൽ വൈഫ് നടക്കത്തില്ല. അതുകൊണ്ട് നമുക്കത് പിന്നീട് ഒരു അവസരത്തിൽ ചിന്തിക്കാം. അതുകൊണ്ട് നമുക്ക് ഇന്ന് കർത്താവിനെ സ്നേഹിക്കാം കേട്ടോ. ആമേൻ, സ്തോത്രം. അപ്പോൾ ശ്രദ്ധിച്ചാട്ട്, ആമേൻ. അപ്പോൾ ദാവീദ് അവന്റെ ജീവിതത്തിൽ, ആമേൻ, സ്തോത്രം, നന്മയൊക്കെ അനുഭവിച്ചപ്പോൾ മറന്നില്ല ആരെ? കർത്താവിനെ ആരാധിക്കാനല്ല, കർത്താവിനെ സ്നേഹിക്കാൻ മറന്നില്ല. David in his life, after receiving the goodness from God, he did not forget to love the Lord. ഇന്ന് പകലിൽ ദൈവസഭയ്ക്ക് നൽകി തരാൻ ആത്മാഹൃദയം നൽകി തന്ന ഈ ഒരു ദൂത് വിശ്വാസത്തോടെ കൈമാറട്ടെ. ആമേൻ, നീ ദൈവത്തെ സ്നേഹിക്കണം. Today Holy Spirit has revealed this message to be told to this church that you should love God. നമ്മുടെ മാതാപിതാക്കൾക്ക്, ആമേൻ, സ്തോത്രഹല്ലേലൂയ, അവർക്ക് ആമേൻ കഴിയാത്ത, പ്രാപിക്കാത്ത വിദ്യാഭ്യാസം ദൈവം നിങ്ങൾക്ക് നൽകി തന്നിട്ടുണ്ട്. God has given you the education which your parents may not be able to achieve. അവർക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത വഴികളിലൂടെയൊക്കെ സഞ്ചരിപ്പാൻ കർത്താവ് ഭാഗ്യം നൽകി തന്നിട്ടുണ്ട്. God has been God has been blessing you to take you to the paths in which your parents were not able to go through. ആമേൻ, അവർക്ക് ഭക്ഷിക്കാൻ കഴിയാത്ത ആമേൻ വിഭവസമർത്ഥമായ ആഹാരങ്ങൾ ദൈവം കൃപ തോന്നി, ദയ തോന്നി നമുക്ക് ചൊരിഞ്ഞു തന്നിട്ടുണ്ട്. God has been merciful to us and He has given us, He has rained upon us all those plentiful things, all those delicious food in our life which our parents were not fortunate to have. നമ്മളൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ണുനീരിന്റെ, പ്രാർത്ഥനയുടെ, ഉപവാസത്തിന്റെ, ആത്മതപനത്തിന്റെ ശബ്ദങ്ങൾ മാത്രമേ നമ്മുടെ ഭവനത്തിനകത്ത് കേൾക്കാനുള്ളായിരുന്നു. When we turn back, look at our past, we could see only tears and prayers and fasting in our families. ആമേൻ. രാത്രിയാകുമ്പോൾ, പ്രഭാതമാകുമ്പോൾ തലമുറകൾക്ക് വേണ്ടി കരയുന്ന മാതാപിതാക്കളുടെ ശബ്ദം എത്രയോ തവണ നമ്മുടെ കാതുകളിൽ മുഴങ്ങിയിട്ടുണ്ട്. Late night and early morning, the prayers and the cries of our parents were resounding in our ears. ഹല്ലേലൂയ. ഇടുക്കവൊന്ന് മാറാൻ, ഞെരുക്കവൊന്ന് പാറാൻ, കർത്താവേ, ഞങ്ങൾ അനുഭവിച്ച കഷ്ടത എന്റെ കുഞ്ഞുങ്ങൾക്ക് വരാതെ ഒരു നന്മ, ഒരു വിദേശ നന്മ, ഒരു യാത്രകളെന്നും പറഞ്ഞ് കണ്ണുനീരോടെ കരഞ്ഞ മാതാപിതാക്കള് ഉണ്ടെന്നുള്ളത് നിങ്ങൾ മറക്കരുത്. You should remember that we have these parents who were crying to Lord that God, let our children do not have the same suffering that we had. Let our children do not have all those deprivations which we faced, and they were crying. We should not forget that. ഹല്ലേലൂയ. നല്ല ആഹാരം ഒന്നുമില്ലായിരുന്നെങ്കിലും കരയുന്ന, നിലവിളിക്കുന്ന ഭവനങ്ങൾ നമ്മുടെ ദേശത്തുണ്ടായിരുന്നു. അവരുടെ കണ്ണുനീര്, അവരുടെ പ്രാർത്ഥന, അവരുടെ ഉപവാസം ദൈവം നീതിയായി കണ്ട് ദൈവം അനുഗ്രഹിച്ച തലമുറയാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും എന്നുള്ളത് കുഞ്ഞെ നീ മറക്കരുത്. You should not forget, we should not forget that we had families who were crying for deliverances. Hallelujah. We had families who shed tears in the presence of God, who were fasting, and because of their fasting and prayer, we are being blessed, and we should not forget that. Praise the Lord. എനിക്കറിയാം, അമിസ് സ്കൂളുകളിൽ, കോളേജുകളിലൊക്കെ പോകുമ്പോൾ അമിസ്വത്രം മാറിയിരുന്ന മണിക്കൂറുകൾ, തലമുറകൾ തിരിച്ചു വരണം വരെ പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ നമ്മുടെയൊക്കെ ഭവനത്തിൽ ഉണ്ടായിരുന്നെന്ന്. There were families among us, when the children were going to the school, they spent their time in prayer for their kids. Praise the Lord. നമ്മൾ ബൈക്കൊക്കെ ഓടിച്ച്, കാറൊക്കെ ഓടിച്ച് ആമേൻ അതുവഴിയൊക്കെ ചെത്തി അടിച്ച് നടക്കുമ്പോൾ വീഴ്ച തരാതെ, ശത്രു അപകരിക്കാതെ ആമേൻ തുടരുതേ എന്ന് പറയുന്ന ഇടിവ് നിൽക്കുന്ന കണ്ണുനീരിന്റെ ഫലമാണ് ഇന്ന് പകൽ നാം അനുഭവിക്കുന്ന നന്മ എന്നുള്ളത് കുഞ്ഞാ നീ മറക്കരുത്. While we went for a ride, we took our car for a ride, a bike for a ride. We were careless about things. Remember that there were parents, our parents were sitting in their houses and praying so that we will not fall, no accidents will happen, and we will be safe. You should never forget that we are receiving this blessing and we are kept safe because of the prayer of our parents. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു പ്രഭാതത്തിൽ ഒരു കരച്ചിലെ ശബ്ദം കേട്ടു നോക്കുമ്പോൾ എൻ്റെ പിതാവ് മുട്ടുകുത്തി രണ്ട് കൈ ഇങ്ങനെ മലർത്തി
കണ്ണുനീരോടെ കരയുന്നത് ഈ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. I still remember my one fine morning when I woke up, I am seeing that, I'm witnessing that my dad, my father is kneeling down and he is lifting his hands and praying with tears. ഇന്ന് അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുകയാണ്. Now he is resting in eternal life. അവരൊക്കെ തന്നിട്ട് പോയ വിലപ്പെട്ട സമ്പത്ത് എന്ന് പറയുന്നത് കരഞ്ഞ ദൈവസന്നിധിയിൽ തലമുറകളെ കുടുംബത്തെ ഏൽപ്പിച്ചു. ഇന്ന് ഈ ദേശത്ത് വചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നതിന്റെ അടിസ്ഥാനം എന്റെ യോഗ്യതയോ കഴിവല്ല. പ്രാർത്ഥിക്കുന്ന കരയുന്ന ഒരു കൂട്ടം മാതാപിതാക്കൾ ദൈവമക്കളുടെ കണ്ണുനീരിന്റെ വിലയാണ് ഞാനെന്ന് പറഞ്ഞ വ്യക്തി ഇന്ന് നിങ്ങളോട് ഈ ദൂത് പറയുന്നത്. The wealth that my father has left for me is the prayer that he prayed for my life, the training that he has given me in the foundation of the word of God, and the price that he paid with his tears. That is the only thing that he has left for me, and the cost he paid. Because of that, I am standing here today. അവരുടെ കഷ്ടതയിൽ അവർ ദൈവത്തെ സ്നേഹിച്ചു. In their suffering they loved God. അവരുടെ ശൂന്യതയിൽ അവർ ദൈവത്തെ സ്നേഹിച്ചു. In their emptiness they still loved God. അവർക്ക് ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ അവർ ദൈവത്തെ സ്നേഹിക്കുന്നവരായിരുന്നു. Even when they were not able to enjoy the dishes, the delicious food they wanted to, still they loved God. അവർക്ക് നല്ലൊരു വസ്ത്രം മേടിക്കണമെന്നുണ്ട്, പക്ഷെങ്കിൽ അതൂടെ ഭവനത്തിന് ഭാര്യയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് അയച്ചു കൊടുത്ത് അവർ സുഖമായിട്ട് ജീവിക്കട്ടെന്ന് പറഞ്ഞ് ഉള്ളത് കൊണ്ട് ജീവിച്ച അവർ ദൈവത്തെ സ്നേഹിക്കുന്നവരായിരുന്നു. They could have brought better clothes, but they spent that money also. They spared it for their kids and they served God, loving God, taking care of the kids. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങളൊക്കെ എന്തെങ്കിലും ഒന്നായി തീരാൻ നിങ്ങൾക്ക് വേണ്ടി പലതും ഉപേക്ഷിച്ച മാതാപിതാക്കളാണെന്നുള്ളത് നിങ്ങളെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. My dear children, today you have to keep in mind, remember that to make you what you are today, there are parents who have sacrificed many things in their life. Hallelujah. അവർക്ക് എടുത്തു പറയാൻ കുടുംബശ്രേഷ്ഠതയോ നല്ല വീടോ നല്ല വണ്ടിയൊന്നുമില്ലെങ്കിലും അവർ ദൈവത്തെ സ്നേഹിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു. അതിന്റെ നന്മയാ നാം ഇന്ന് പകലിൽ അനുഭവിക്കുന്നത്. Although they didn't have anything to boast with regard to their family or with regard to their wealth or profession, they were loving God, they were zealous for God, and we are receiving that blessing of their commitment. അവരുടെ കെയർ ഓഫില വാസ്തവത്തിൽ പലതും നമ്മൾ അനുഭവിക്കുന്നു. We are enjoying many things in their care of. അവർക്ക് അവരുടെ ശൂന്യതയിലും കഷ്ടതയിലും ഈ ദൈവത്തെ സ്നേഹിപ്പാൻ, ഈ ദൈവത്തെ മുറുകെ പിടിപ്പാൻ, ഒരു ആരാധനയ്ക്ക് പോകാൻ മടിയില്ല, കൂട്ടായ്മകൾക്ക് മടിയില്ല, കർത്താവിനോട് കൊടുക്കാൻ മടിയില്ല. അവർ എന്തുമാകാൻ അവർ ദൈവത്തെ സ്നേഹിച്ചെങ്കിൽ ഇത്രത്തോളം നന്മ, ഇത്രത്തോളം ഉയർച്ച, ഇത്രത്തോളം ഭാഗ്യപദവി കുഞ്ഞ് നിനക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ എത്രയധികം പറയാൻ കഴിയും. എന്റെ ബലമായ യഹോവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. Even although they had nothing, although they had suffering and emptiness, through their suffering they spent time, they dedicated themselves, and they told God, I love you. When they were not privileged, they were deprived, and in those suffering, when they said, I love you Lord, how much more when we are enjoying the blessings, how much more we should say, God, I love you. അന്നവസ്ത്രാധിനാൻ മകളെ എണ്ണമില്ലാതന്മേൽ ചോരിഞ്ഞു തിന്മകൾ സാർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു. ഓ അന്നവസ്ത്രാധിനാൻ മകളെ എണ്ണമില്ലാതന്മേൽ ചോരിഞ്ഞു തിന്മകൾ സാർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു. നീ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ.
ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഓ അങ്ങേ ഞാൻ സ്തുതിച്ചിടും. ഒരു പ്രാവശ്യം കൂടെ നിൻ മഹാ സമാനവർഷം അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നമ്മുടെ കർത്താവ് ദോഷമായിട്ടൊന്നും ചെയ്തിട്ടില്ല. God has not done anything evil in our നന്മയല്ലാതെ life. ഒന്നും കർത്താവ് ചെയ്തിട്ടില്ല. He has not given us anything other than goodness. ഈ ദൈവത്തെ സ്നേഹിക്കണം. Let us love this God. ഈ ദൈവത്തെ സ്നേഹിക്കണം. Let us love this God. വേറൊന്നും കർത്താവ് ആഗ്രഹിക്കുന്നില്ല. God is not expecting അവൻ ഈ anything കർത്താവിനെ from you. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ ഈ ദൈവത്തിന്റെ മരണം വരെ സ്നേഹിക്കണം. God is expecting that with all our heart, with all our soul, with all our Hallelujah. strength, we should love God until we die. ഞാൻ പറഞ്ഞത് നമ്മുടെ മാതാപിതാക്കൾ ബഹുമാനിച്ചതിനേക്കാൾ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ നമ്മൾ ഈ കർത്താവിനെ സ്നേഹിക്കണം. അതാണ് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. More than what our parents, more than how much our parents revered this God, we should respect and revere this God. That is what God is expecting. യോശുവയുടെ പുസ്തകം 22-ാം അധ്യായം The book of Joshua chapter 22. 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. ആ ശ്രദ്ധിച്ചേ. ഈ യോശുവയുടെ നേതൃത്വത്തിൽ ജനം യോർദാന്റെ അക്കരെ കടന്ന് ഓരോ ഗോത്രങ്ങൾക്ക് അവരവരുടെ അവകാശങ്ങൾ വിഭാഗിച്ചു കൊടുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് നാം ഇവിടെ വായിച്ചത്. What we read in verse 4 and 5 is the context where under the leadership of Joshua, each tribe is given accordingly. നിങ്ങളുടെ സഹോദരന്മാർക്ക് താൻ വാഗ്ദത്തം ചെയ്തതുപോലെ സ്വസ്ഥത നൽകിയിരിക്കുന്നു. And it is said that to the brothers, rest has been given to the brothers as promised. നിങ്ങളിപ്പോൾ നിങ്ങളുടെ വീടുകളിലേക്ക് യഹോവയുടെ ദാസനായ മോശ യോർദാന്റെ അക്കരെ നിങ്ങൾക്ക് തന്നിട്ടുള്ള നിങ്ങളുടെ അവകാശത്തിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുക. Right now, return to your homes in the land that Moses, the servant of the Lord, gave you on the other side of the Jordan. ശ്രദ്ധിച്ചേ. ഇപ്പോൾ എന്തൊക്കെയുണ്ട്? സ്വസ്ഥതയുണ്ട്. Right now, what do we have? Rest. വീടുകളുണ്ട്. Houses. ദൈവം പറഞ്ഞ പല അവകാശങ്ങൾ ഇപ്പൊ ഇവർക്കുണ്ട്. And the promises that God has given them. ഇതൊന്നുമായിട്ടല്ല ഇവർ ഇറങ്ങി തിരിച്ചത്. They didn't start off with all these things. ശൂന്യമായിട്ട് ഇറങ്ങിയതാണ്. They started off empty. മിസ്രയീമർ കൊടുത്ത ചിലത് മാത്രമേ ഉള്ളായിരുന്നു. Only those things that Egyptians gave them. എന്നാൽ നീണ്ട ചില കാലഘട്ടങ്ങൾ അവർ മരുഭൂമിയിലൂടെ ഉഴൽന്ന് നടക്കുവാനിടയായി തീർന്നു. But for many years they were wandering in the desert. പലരും പട്ടുപോകുവാനിടയായി തീർന്നു. And many died, many passed away എന്നാൽ ഒരു in the കൂട്ടം desert. വാഗ്ദത്തത്തിലോട്ട് പ്രവേശിച്ചു. But a group entered into the promise. ആർക്കും ഓടിച്ചു കളയാൻ കഴിയാത്ത സ്വന്തമായ അവകാശം ഇപ്പോൾ അവർക്ക് ലഭിച്ചു. A promised land where no one is going to rid them off from that place. ഇപ്പോൾ സ്വന്തമായ വീടുകളുണ്ട്. And now they have own houses. അവകാശങ്ങളുണ്ട്. They have promises. സ്വസ്ഥതയുണ്ട്. They have rest. ഇത് കൂടുതൽ എന്തോ ഒരു മനുഷ്യന് വേണ്ടി. What else do they need? എന്നാൽ എടുത്തു പറഞ്ഞു ഈ സ്വസ്ഥത, ഈ വീട്, ഈ അവകാശങ്ങൾ നിങ്ങൾക്കുള്ളപ്പോൾ ഒരു കാര്യം നിങ്ങൾ ഓർക്കണം. അതാണ് ഞാൻ വായിച്ചത്. 5-ാമത്തെ വാക്യം. നിങ്ങളുടെ ദൈവമായ യഹോവയെ എല്ലാവരും ഒന്ന് പറഞ്ഞ് സ്നേഹിക്കണം.
But Joshua emphasized on one thing: while you have your houses, your promises, your rest, while you have all these things, Joshua emphasized that you should love your God. Praise the Lord. ഇന്ന് പകൽക്കാലം പ്രിയ നമ്മുടെ സ്ഥിതിയൊക്കെ ദൈവം മാറ്റും കേട്ടോ. God is going to change our situation. ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിലോട്ട് ദൈവം നമ്മളെ കൊണ്ടെത്തിക്കും. God will lead us to the promises that He has given us. പലവിധമായ തടസ്സങ്ങൾ വെല്ലുവിളികളൊക്കെ ഉണ്ടെങ്കിലും വാക്ക് പറഞ്ഞവൻ ദൈവമായതുകൊണ്ട് ദൈവത്തിന്റെ റൈറ്റ് ടൈമിൽ ആ വാഗ്ദത്തത്തിൽ ദൈവം എത്തിക്കും. Although we might face struggles in our journey, the one who has promised is the mighty one. Since He has promised, He will lead us to the promise. ഇവിടെ ഇരിക്കുന്നത് തന്നെ ദൈവത്തിന്റെ വാഗ്ദത്ത നിവൃത്തിയാണെന്ന് ബോധ്യമുള്ളവർ മാത്രം അക്കരെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. If you are sure that the fact that you are sitting here itself is the completion of His promises, please praise God. Praise the Lord. പക്ഷെ ഒരു കാര്യമുണ്ട്, അർഹിക്കപ്പെടാത്തതും ദൈവത്തിന്റെ ഔദാര്യമായ നന്മകൾ ഒക്കെ നൽകി തരുമ്പോൾ കുഞ്ഞാ നീ ദൈവത്തെ സ്നേഹിക്കാൻ മറക്കരുതെന്ന്. Do not forget, while we are receiving the undeserved blessings from God, while we get all these things, do not forget to love your Father. എപ്പോഴും ഓർത്തോണം, നമ്മുടെ കഴിവ് കൊണ്ടോ മിടുക്ക് കൊണ്ടോ ഒന്നും നേടാൻ കഴിയത്തില്ല. With our skills and with our talents, we may not be able to achieve all these things. ദൈവം നടത്തിയാലേ നമുക്ക് നിൽക്കാൻ കഴിയത്തുള്ളൂ. Only if God helps us, we can stand നമ്മുടെ firm. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെയൊക്കെ മനോഭാവം എന്ന് പറഞ്ഞാൽ അവർക്കാണ് കഴിവ്, അവർക്കാണ് അറിവ്, പേരൻസിന് ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞാണ് ഇപ്പോഴത്തെ ജനറേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. Nowadays the young generation have this attitude that I am skillful, because of me I am getting all these things, and our parents doesn't know anything. Praise the Lord. കുഞ്ഞു നിനക്ക് നല്ല കഴിവും വിദ്യാഭ്യാസമൊക്കെ ഉണ്ട്, പക്ഷെങ്കിൽ നീ ദൈവത്തെ സ്നേഹിക്കാൻ മറക്കരുത്. You may have good education, you may have good excellent skills, but my dear child, do not forget to love your Lord. Praise the Lord. Hallelujah. നാം കിടന്നിട്ട് എഴുന്നേൽക്കണമെങ്കിൽ കപ്പൻ എഴുന്നേൽപ്പിച്ചേ പറ്റത്തുള്ളൂ. When we lie down to sleep, to get up, to wake up, unless God decides, we are not going to wake up. ആർക്കെങ്കിലും ഉറപ്പുണ്ടോ ഞാൻ നാളെ എഴുന്നേൽക്കുമെന്ന്? How many of you are sure that I will get up tomorrow morning? നമുക്ക് ആർക്കും യാതൊരു ഗ്യാരണ്ടി ഇല്ല. We have no guarantee about this. അതുകൊണ്ട് സംഗീതനൊക്കെ പറഞ്ഞു, ഞാൻ കിടന്നുറങ്ങി യഹോവ താങ്ങിയത് കൊണ്ട് എഴുന്നേറ്റു. That is why the psalm says, I went to bed, I slept, but because God helped me, God sustained me, I woke up. സ്നേഹിക്കുക എന്ന് പറഞ്ഞത് എന്താണെന്നുള്ളതാണ് യോശുവ താഴോട്ട് പറയുന്നത്. സ്വത്രം സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിൽ ഉൾക്കൊള്ളുന്നത് എന്നുള്ളത് 5-ാമത്തെ വാക്യത്തിൽ സവിസ്തരമായിട്ട് എഴുതിയിട്ടുണ്ട്. And the verse 5, Joshua is saying what comprises of when we say love your Lord, your God. സ്നേഹിക്കുന്നവർ ഒന്ന് അവന്റെ എല്ലാ വഴികളിലും നടക്കണം. The one who loves God should walk in all His ways. ശ്രദ്ധിച്ചേ, നമുക്ക് എല്ലാവർക്കും എല്ലാ വഴി നടക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ വഴിയിൽ നടക്കണം. We cannot walk in all the ways, we should walk in all the ways of God. അപ്പോൾ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ വാക്കിലല്ല, അത് ജീവിതത്തിലൂടെ കാണിക്കണം. ദൈവത്തിന്റെ കാൽച്ചുവടുകൾ ഞാൻ പിൻപറ്റുമ്പോൾ ഞാൻ തെളിയിക്കും, ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്നു. When I say I love God, it should not be limited to the words. It should be expressed in our deeds also, in the way we walk also. We should follow the footprints of God and demonstrate it. ദൈവത്തിന്റെ വഴി തികവുള്ള വഴിയാണ്. God's ways are complete. ജീവന്റെ വഴിയാണ്. It is the way of life. അതിനകത്ത് നിന്റെ ജീവനും ഭക്തിക്കും ആവശ്യമായത് മുഴുവൻ ഈ വഴിക്കകത്ത് കർത്താവ് കരുതിയിട്ടുണ്ട്. Everything is there in this way for our life and goodness. നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവത്തിന്റെ വഴി, ദൈവത്തിന്റെ ഹിതത്തെ ദൈവജനം തിരിച്ചറിഞ്ഞ് ആ വഴിയിലൂടെ നടക്കണം. We should understand the way that is holy and pleasing to God and walk in those paths. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിന്റെ 12 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചേ. Exodus chapter 33 verse 12 onwards.
ശ്രദ്ധിച്ച് മോശ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് കൺഫേം ചെയ്യുകയാണ്. Moses is confirming few things ഒരു here. വലിയൊരു കൂട്ടം എന്റെ പിൻപിലുണ്ട്. There is a huge crowd എന്റെ behind me. കൂടെ ആരയക്കുമെന്ന് മാത്രം ഇതുവരെ പറഞ്ഞിട്ടില്ല. But God has not told who will be sent along അപ്പൊ with me. ആരൊക്കെയോ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് മോശ. So Moses is desiring that he needs company, he needs someone to come along with him. നമുക്കും അങ്ങനെ തന്നെ ഒരു ആഗ്രഹമാണ്. ആരെങ്കിലും നമ്മുടെ കൂടെ ഉള്ളത് നമുക്കൊരു ബലമാ, നമുക്കൊരു സന്തോഷമാ. We are also like that. If someone is there with us, it is a strength. We are confident. ഇത് ഇത്രയും ജനത്തെ നയിക്കുക എന്ന് പറഞ്ഞാൽ അസാധാരണമായ കൃപ വേണം. അതുകൊണ്ട് മോശ പറയുകയാണ്, എന്റെ കൂടെ ആര് വരുമെന്ന് അറിയിച്ചിട്ടില്ല. So to lead this huge crowd, he needs immense grace. So Moses is saying that I do not know who will be sent along with me. എന്നാൽ ഞാൻ നിന്നെ അടുത്തറിഞ്ഞിരിക്കുന്നു, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ. But Moses says that I have known you close and I have known that you have mercy, you have grace upon me. ശ്രദ്ധിച്ചേ, എന്റെ കൂടെ ആരയക്കുമെന്ന് അറിയത്തില്ല, പക്ഷെ ഞാൻ നിന്നെ ശരിക്കും, നമുക്കിത് രണ്ടുമില്ല. I do not know whom you will send with me, but I have known you close. എന്ന് പറഞ്ഞാൽ ആരുമില്ലെങ്കിലും ഞാൻ ആരെ അറിഞ്ഞിട്ടുണ്ട്, അയക്കുന്നവനെ അറിഞ്ഞിട്ടുണ്ട്. അതാ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. So even if there is no one with me, I have known the one who is sending me. അതൊരു ഭയങ്കര പ്രസ്താവനയല്ലേ? കർത്താവേ, എന്താ സംഭവിക്കാമെന്ന് അറിയത്തില്ല, പക്ഷെ ഒന്ന് ഞാൻ അങ്ങേ അറിഞ്ഞിട്ടുണ്ട്. ഇന്ന് പകലിൽ അങ്ങനെ എത്ര പേർക്കൊന്ന് പറയാൻ കഴിയും? I do not know anybody who is coming with me, but one thing I know, the one who is sending me, I have known him close. How many of us can say this with confidence that I know you, God? അതാ ഏറ്റവും വലിയ ഭാഗ്യം. That is the most ജീവിതത്തിൽ fortunate thing. പ്രതിസന്ധികളൊക്കെ കടന്നു വരുമ്പോൾ ഇന്ന് പകൽക്കാലം മറക്കരുത്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി. ആ ദിനം വരെ കാപ്പാൻ ഞാൻ അറിഞ്ഞവൻ, എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ. The only thing we need to be confident about, even if we do not know who is coming with me, do we have company or not, the only thing we need to be confident is that I know the one who is sending me. That is why the Apostle Paul says that I know the one who is sending me, and he is there to take care of me, and he is there to protect me. എന്നിട്ട് പറയുകയാണ്, എന്നോട് അരുളി ചെയ്തിട്ടുണ്ട്, എനിക്ക് നിന്നോട് കൃപയുണ്ടെന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. And he's reminding that God has promised, God has told me that you have found grace in your sight. എന്നിട്ട് അടുത്ത് പറയുന്നു, ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ. And the next verse says that I pray thee, I have found grace in thy sight, show me your way. ഞാൻ പറഞ്ഞ മനസ്സിലാക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കൃപയുണ്ടെന്നും പിന്നെ നിന്റെ വഴിയും എന്നെ എന്ത് ചെയ്യണം? രണ്ട് കാര്യം മോശ ആഗ്രഹിക്കുകയാണ്. കാരണം മോശയ്ക്ക് ഒരു നിർബന്ധമുണ്ട്, പോകുകയാണെങ്കിൽ ദൈവത്തിന്റെ വഴിയിലൂടെ ദൈവം പറഞ്ഞ പോലെ ലീഡറാക്കിയല്ലോ, എന്നാ പിന്നെ പോകാമെന്ന് പറഞ്ഞ് മോശയുടെ വഴി പോയില്ല. മോശയ്ക്ക് ഒരു ആഗ്രഹം, എങ്ങനെ പോകണം? നിന്റെ വഴി എന്നെ അറിയിക്കണം. ഒന്ന് പറഞ്ഞു എല്ലാവരും, നിന്റെ വഴി എന്നെ അറിയിക്കണം. So Moses is desiring two things here. His finding grace in the sight of God and knowing his way. These are the two things. Even if I do not know many things, the only thing I want to know is I need your grace and know your way. Let us say, Lord, I want to know your way. Praise the Lord. ഇത് ഒരു ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ ഒരു ആഗ്രഹവും പ്രാർത്ഥനയാണ്. എനിക്ക് എന്തറിയണം? ദൈവത്തിന്റെ വഴി, ദൈവത്തിന്റെ ഹിതം. അത് ആരുടെ അടയാളമാ? ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥനയും അടയാളമാണ്. എനിക്ക് എന്തറിയണം? ദൈവത്തിന്റെ വഴി അറിയണം. This is the sign of the one who loves the Lord. When I am loving the Lord, then I will have this prayer that God, show me your way, show me your will in my life. This is a sign that I love God. ഉടനെ കർത്താവിന്റെ മറുപടി, then God replies him. ശ്രദ്ധിച്ചേ, എന്തൊക്കെയാ ചോദിച്ചത്? പറഞ്ഞു, ഒന്ന്, എന്റെ കൂടെ ആരെ അയക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ കൃപ ഉണ്ടാകുമെന്ന് ദൂത് കിടപ്പുണ്ട്. അതുകൊണ്ട് നിന്റെ വഴിയെ എന്ത് ചെയ്യണം?
അവിടെ കർത്താവിന്റെ മറുപടി നമ്മൾ വല്ലതുമാണ് എങ്ങനെ വഴി ചോദിച്ചപ്പോൾ നമ്മൾ പറയും 1 കിലോമീറ്റർ പോയിട്ട് അവിടുന്ന് ലെഫ്റ്റ്, അത് കഴിഞ്ഞ് ഒരു റൈറ്റ്, പിന്നെ നേരെ പോയിട്ട്. ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് വല്ല ഓർത്തിരിക്കാൻ പറ്റുമോ? കർത്താവ് എന്ത് ചെയ്തു? വഴിയല്ല പറഞ്ഞത്, കൂടെ അങ്ങ് നടക്കാമെന്ന് പറയുകയാ. സ്തോത്രം. So what Moses is asking is that Moses is saying that I have the promise that your grace is with me. I want to know your way. Moses is asking for the way, which way I should go. Show me your way. And if we ask someone the way, they will tell, go 1 kilometer this way and take this turn, left turn, right turn, like a Google map. They will give us guidance. But God is saying that when he is asking, show me your way, God is saying that my presence will go with you. എന്തോ ദൂത വഴി അറിയാൻ ചോദിച്ചോണ്ട് പറയുകയാണ്. മോശയെ വഴി പറഞ്ഞ് 40 വർഷത്തെ വഴി പറഞ്ഞാൽ ഇവന് പിടികിട്ടുമോ? 40 വർഷത്തെ വഴി പറഞ്ഞാൽ ഇവന് മനസ്സിലാകും. വഴി പറഞ്ഞാൽ ഒരിക്കലും പോകത്തില്ല. പക്ഷെ വഴിയല്ല പറഞ്ഞത്, വഴി നടത്താമെന്ന് പറയുന്നു. വെറുതെയല്ല, വഴിയല്ല, ഞാൻ നിന്റെ കൂടെ ഇരുന്ന് വഴി കാണിച്ചു തരാനായിട്ട് പോകുകയാണ്. When Moses is asking which way we should go, it is not easy to say the 40 years of wilderness, which are the ways that he should go. But instead of saying which way he should go, God is saying that I will come with you. My presence will go with you. നമ്മൾ ചില ഇടങ്ങളിലൊക്കെ പോകുമ്പോൾ വഴി ചോദിച്ചാൽ ചിലര് പറയും, ഞാൻ അങ്ങോട്ട് ഞാൻ എന്ത് ചെയ്യാം, ഒരു വലിയ ആശയില്ലേ. നമ്മൾ 10 നിർത്തി എന്ത് ചെയ്യും? അതേസമയം വഴി അറിയാവുന്നവൻ കൂടെ ഉണ്ടെങ്കിൽ വേഗത്തിൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞ പോലെ മോശയോട് പറയുകയാണ്, വഴിയല്ലേ ചോദിച്ചത്, കൃപയുള്ളതിനൊരു അടയാളം വേണമല്ലോ. വേണ്ട, എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരുകയാണ്. സ്വതന്ത്രം. There are some occasions where when we ask someone which way we should go, how should I go to this place, there are some people who will be like, I will come with you and show you the place, kind of. God is acting in this manner that even when we are asking which way I should go, God is like, no, I will come with you and show you the way. അതിനകത്ത് തൃപ്തിപ്പെടുന്ന എത്ര പേരുണ്ട്? How many of you are satisfied with that? പല ചോദ്യങ്ങൾക്ക് ദൈവം മറുപടി പറയുക. എന്റെ ഭാവി എന്താകുമെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് പറയുന്നു, എന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ട്. എന്റെ നാളെ എന്താകുമെന്ന് ചോദിക്കുമ്പോൾ എന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ട്. എന്റെ വഴി എന്തെന്ന് ചോദിക്കുമ്പോൾ എന്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞ അതിനകത്ത് സന്തോഷിപ്പാൻ ഇന്നിപ്പോൾ എത്ര പേർക്ക് തയ്യാറാകും? God is answering many questions today. God is answering many questions in your life. What will happen to my future? What will happen to my education? When you are asking these questions to God, God is answering that I am with you. My presence is with you. How many of you are happy that God is promising that his presence will come with you? 3 ചോദ്യത്തിന് ഒറ്റ മറുപടി. For 3 questions, 1 answer. എന്റെ കൂടെ ആരെ അയക്കും? Who will come with me? എന്റെ സാന്നിധ്യം കൂടെ പോരും. My presence will come. എനിക്ക് നിന്നോട് കൃപയുണ്ടെന്ന് അരുളി ചെയ്തിട്ടുണ്ട്. You have told that you will give grace unto me. അതിന്റെ മറുപടി, എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും. അതിന്റെ അടയാളം കൃപ നിന്നോട് തോന്നിയത് കൊണ്ട്. And the sign is that my presence will come with you. It shows that my grace is with you. നിന്റെ വഴി എന്നെ അറിയിക്കണം. Show me your way. അതിന് ഒറ്റ മറുപടി. There is only one answer. എന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും. My presence will go with you. 3 ചോദ്യങ്ങൾക്ക് ഒറ്റ മറുപടി, സാന്നിധ്യം കൂടെ പോരും. For all 3 questions there is one answer. My presence will go with you. എന്ന് വെച്ചാൽ നീ ഒറ്റയ്ക്കല്ല, നമ്മൾ ഒരുമിച്ചാണ് യാത്ര ചെയ്യുന്നത്. It means you are not alone. We are going together in this. കാണ്ടം ചെങ്കടൽ നിന്റെ മുൻപിൽ വരും, യോർദാൻ നിന്റെ മുൻപിൽ വരും, വൈരികൾ നിന്റെ മുൻപിൽ വരും. വിളിച്ചവൻ ഒറ്റയ്ക്കല്ല വിടുന്നത്, എന്റെ സാന്നിധ്യം വഹിച്ചാണ് മോശയെ നീ നടക്കുന്നത്. The Red Sea will come before you. Jordan will come before you. There were difficulties that you are going to face, but the one who has called you is not sending you alone. He is coming with you. അപ്പോൾ ദൈവത്തിന്റെ വഴി എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കല്ല, ദൈവ സാന്നിധ്യം വഹിച്ച് ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ദൈവത്തിന്റെ വഴി. Hallelujah. The way of the Lord is the way. It's not the way where we are walking alone. It is the way in which we are walking with the presence of God. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. അവൻ ദൈവത്തിന്റെ വഴി എന്ന് പറഞ്ഞാൽ അപ്പൻ മക്കളുമായി നടക്കുന്നത് പോലെ ദൈവ സാന്നിധ്യത്തെ ചേർത്ത് പിടിച്ച് നടക്കുന്ന ദൈവത്തിന്റെ വഴി.
This is the way, this is a speciality of the way of the Lord, where we are walking like a family. How parents hold the hands of their kids and walk, just like that, we are walking with the presence of God in those ways. ഇന്ന് പകലിൽ അതാണ് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. That is what Lord is desiring നീ today. ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ, If you start loving your Lord, ദൈവ സാന്നിധ്യം നിന്റെ കൂടെ പോരുവന്നേ. the presence of God will come with you. ഏതാ ദൈവത്തിന്റെ വഴി? Which is God's way? ദൈവ സാന്നിധ്യമുള്ള വഴിയെല്ലാം ദൈവത്തിന്റെ വഴിയാണ്. All the ways where there is presence of God, that is the way of അവൻ God. യവനക്കാരെ കുഞ്ഞുങ്ങളെ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കട്ടെ, ദൈവ സാന്നിധ്യം ഇല്ലാത്ത ഒരു വഴി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നിങ്ങൾ തെരഞ്ഞെടുക്കരുത്. അവൻ ദൈവ സാന്നിധ്യമുള്ള വഴിയിലൂടെ സഞ്ചരിപ്പാൻ ദൈവാത്മാ ബുദ്ധി ഉപദേശിക്കുകയാണ്. Young children, let me remind you this thing. In your life, you should not choose a way where there is no presence of God. If there is presence of God, that is the way of God. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ, ആ ദൈവ സാന്നിധ്യമുള്ള വഴിയിലൂടെ എന്നെ ഒന്ന് നടത്തുമാറാകണമേ. Let us pray that God lead me in the way where there is your presence. അവൻ ഈ വഴിയിൽ എന്തു വിഷയം കടന്നു വന്നാലും ഉത്തരവാദി ദൈവമാണ്. കാരണം അവൻ നിന്റെ കൂടെ നടക്കുകയാണ്. Whatever difficulties we may face in this way, the only answer is that the presence of God is with me. ഹല്ലേലൂയ. നിന്റെ ഭാരം നീ തന്നെയല്ല ചുമക്കുന്നത്, കൂടെ ഉണ്ടെന്ന് പറഞ്ഞവൻ നിന്റെ കൂടെ ഉണ്ടെന്നുള്ളത് ഇന്ന് പകൽക്കാലം തിരിച്ചറിയട്ടെ. You're not carrying your burden all alone. The one who has promised that I will be with you, be confident that he is walking with you. ചിലരോട് സ്പഷ്ടമായി ദൈവാത്മാവ് ഇടപെടുന്നു. കുഞ്ഞേ, നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കല്ല. വിളിച്ചവന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പിച്ച് പരിശുദ്ധാത്മാവ് ഇന്ന് പകലൊക്കെ നിന്നെ ധൈര്യപ്പെടുത്തുകയാണ്. God is speaking clearly to few people sitting here that you are not alone. You are not alone. The one who has called you, he is with you. Holy Spirit is confirming that his presence is with you. അവൻ എന്റെ കൂടെ ആരുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്കുള്ള മറുപടി, ഞാനുണ്ട്, എന്റെ സാന്നിധ്യമുണ്ട്. When he said there is no one with me, the answer, the reply he got is that I am with you, my presence is with you. അവൻ എവിടെയൊക്കെ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ഒറ്റയ്ക്കല്ല, നീ ഒറ്റയ്ക്കല്ല. നിന്നെ നടത്തുന്നത് ഇന്നിപ്പോൾ അതൊന്ന് സെൻസ് ചെയ്ത് ദൈവ സാന്നിധ്യം നിന്റെ കൂടെ ഇരിക്കുന്നത് ഒന്ന് ആത്മാവിനെ അനുഭവിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് അവൻ മറ്റൊന്നുമല്ല ഭർത്താവോ മക്കളോ അല്ല, അവൻ വിളിച്ചവൻ നിന്റെ കൂടെ ഉണ്ടെന്നുള്ളത് ഒന്ന് ആത്മാവ് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്ത്. If you are feeling lonely, be confident that the Holy Spirit is saying that you are not alone. When you are in your loneliness, the Holy Spirit is saying that you are not alone. The presence of God is with you. Hallelujah. Come on, let us realize this presence. Let us open up our heart to this presence of God. എല്ലാവരും കണ്ണുകളെ നടച്ചാട്ടെ. Let's close our eyes. ഇന്ന് മറ്റൊന്നും നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും അമ്മ വെറുതെ വചനം കേട്ടിട്ട് പോകരുത്. അമ്മ സാന്നിധ്യം അനുഭവിക്കുന്നവർ മാത്രം ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. Even if we do not receive anything else today, let us open up our heart for the presence of God. And those who are feeling the presence of God in their life, let us glorify our Father in heaven. Hallelujah. God is going to heal certain wounds today. God is going to build your broken heart today. എനിക്ക് വേണ്ടി അയക്കും. കർത്താവ് പറഞ്ഞു, മാമി അഹരോനുണ്ട്, പലരുമുണ്ട്, പക്ഷെങ്കിൽ അമ്മ മോശയെ എനിക്ക് നിന്നോട് കൃപ തോന്നിയത് കൊണ്ട് ഒരു മനുഷ്യനെ അല്ല, അമ്മ മിടുക്കന്മാരെ അല്ല, എന്റെ സാന്നിധ്യം തന്നെ നിന്റെ കൂടെ പോരുകയാണ്. You are expecting someone to come with you, someone to accompany you. But when Moses asked God, who will come with me? Although there is Aaron, there are many people. God is saying that, Moses, you are not alone. My presence will go with you. ഇന്ന് പകൽക്കാലം ഞാൻ എന്റെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഒരു പല കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ നിർത്തുകയാണ്. ഒരു നിമിഷം ആ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചു പോകണം കേട്ടോ. ആ സാന്നിധ്യം ഒന്ന് അനുഭവിച്ചു പോകണം. ഇന്നിപ്പോൾ ഒരു ധൈര്യത്തോടെ മടങ്ങി പോകണം. നിന്റെ ആപരാധികൾ, നിന്റെ കഷ്ടങ്ങൾ, നിന്റെ ഭാരങ്ങൾ എന്റെ കർത്താവ് അറിയുന്നുണ്ടെന്ന് നിനക്ക് ബോധ്യം വരുത്തുന്ന ആ സാന്നിധ്യത്തെ ഒന്ന് മേക്ക് ഷുവർ ചെയ്തേ.
Let us say to God that, Lord, I love you. I love you, and all the people who love you walk in his ways, and in the way there is this presence of God that will come with you. You are not alone. Today, before you leave, you should realize that you are not alone, and you should feel that presence of God with you. 1-2 മിനിറ്റുകൾ എല്ലാവരും ഹൃദയങ്ങളെ ഏകാഗ്രമാക്കിക്കേ. Let's അവൻ focus ഞാൻ on നിന്നോട് the കൂടെ presence of ഉണ്ടെന്ന് God. പറഞ്ഞ ആ ദൈവ സാന്നിധ്യത്തെ ആത്മാവിൽ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? Let us sense in our spirit the presence of God, which said that I am with you. എല്ലാവരും ഒന്ന് മൗനം പ്രാർത്ഥിച്ചാണ് കർത്താവ് എനിക്കത് മതി മറ്റൊന്നും വേണ്ട. കർത്താവ് അങ്ങന്റെ കൂടെ ഉണ്ടെന്നുള്ള അങ്ങനെ സാന്നിധ്യം എന്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ഉറപ്പ് എനിക്ക് മതി കർത്താവേ. ആ ഉറപ്പ് എനിക്ക് മതി. അതൊന്ന് പ്രാപിച്ചെന്ന് പകലുന്ന മടങ്ങിക്ക് എല്ലാവരും പ്രാർത്ഥിച്ചാണ്. അപ്പാ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. എനിക്കങ്ങനെ സാന്നിധ്യം മതി. God, I love you. I need only your presence. I don't need anything else today. I thought I will have many things, but I don't need anything else, Father. God, I thought many people will come with me. Lord, I thought I am lonely, but today I'm asking only one thing. Lord, I need your presence. I want you to come with me. I need your presence in my life. Let us ask this. Let us open our mouth and pray to God. God, I need your presence today. ആരും സഹായം ഇല്ലാതെ പാരിൽ ഭാരം നിരാശയിൽ നീറും നേരം ആരും സഹായം ഇല്ലാതെ പാരിൽ ഭാരം നിരാശയിൽ നീറും നേരം കൈതാങ്ങലേകുവാൻ കണ്ണുനീർ തുടപ്പാൻ കർത്താവേ നീയല്ലാതാരുമില്ല. കൈതാങ്ങലേകുവാൻ കണ്ണുനീർ തുടപ്പാൻ കർത്താവേ നീയല്ലാതാരുമില്ല. ആരും സഹായം ഇല്ലാതെ പാരിൽ ഭാരം നിരാശയിൽ നീറും നേരം ആരും സഹായം ഇല്ലാതെ പാരിൽ ഭാരം നിരാശയിൽ നീറും നേരം കൈത്താങ്ങലേകുവാൻ കണ്ണുനീർ തുടപ്പാൻ കർത്താവേ നീയല്ലാതാരുമില്ല. കൈത്താങ്ങലേകുവാൻ കണ്ണുനീർ തുടപ്പാൻ കർത്താവേ നീയല്ലാതാരുമില്ല. എന്റെ യേശുനാഥനേ, എന്നാശരീരേ, എന്നാളും മണ്ണിൽ നീ മതിയേ. എന്റെ യേശുനാഥനേ, എന്നാശരീരേ, എന്നാളും മണ്ണിൽ നീ മതിയേ. അല്ലലിൽ വഴിയിൽ ആഴിയിന്നറയിൽ അലയാതെ ഹൃദയം തകരാതെ ഞാൻ. അല്ലലിൻ വഴിയിൽ ആഴിയിന്നറയിൽ അലയാതെ ഹൃദയം തകരാതെ ഞാൻ. അന്ത്യം വരെയും നിനക്കായി നിൽപ്പാൻ അനുദിനം നിൻ കൃപ നൽകണമേ. അന്ത്യം വരെയും നിനക്കായി നിൽപ്പാൻ അനുദിനം നിൻ കൃപ നൽകണമേ. എന്റെ യേശുനാഥനേ, എന്നാശനീയേ, എന്നാളും മണ്ണിൽ നീ മതിയേ. എന്റെ യേശുനാഥനേ, എന്നാശനീയേ, എന്നാളും മണ്ണിൽ നീ മതിയേ. ആരെയല്ല അയക്കുന്നത്? ഞാൻ തന്നെ നിനക്ക് വേണ്ടി ഇറങ്ങുകയാ.
അവൻ മറ്റാരെ അയക്കുന്നില്ല, മറ്റാരെ അയക്കുന്നില്ല, മറ്റാരെ അയക്കുന്നില്ല. കുഞ്ഞേ, നിനക്ക് വേണ്ടി ഞാൻ തന്നെ ഇറങ്ങുകയോ. എന്റെ സാന്നിധ്യം നിന്റെ കൂടെ. അവൻ നിന്റെ വഴി ഞാനാണ്, നീ പോകേണ്ട വഴി ഞാനാണ്. എന്റെ സാന്നിധ്യം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ നിന്നെ എത്തിക്കുന്ന തുറവകത്ത് നിന്നെ എത്തിപ്പോ. അസാന്നിധ്യം പകലിൽ എല്ലാ ഹൃദയങ്ങളും നിറഞ്ഞു വരട്ടെ. അസാന്നിധ്യം അനുഭവിക്കട്ടെ. ആ ഭാരങ്ങൾ അഴിയട്ടുന്ന പകലിൽ ആ ബന്ധനങ്ങൾ അഴിയട്ടെ, ആ നിരാശകൾ അഴിഞ്ഞു മാറട്ടെ. അവൻ ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെ ഉണ്ട്. അവന്റെ സാന്നിധ്യം. ഓ, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. അങ്ങയുടെ സാന്നിധ്യം മതി കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം മതി, അങ്ങയുടെ സാന്നിധ്യം മതി, അങ്ങയുടെ സാന്നിധ്യം മതി. യോർദാനെ രണ്ടാക്കുന്ന സാന്നിധ്യം, ചെങ്കലിനെ രണ്ടാക്കുന്ന സാന്നിധ്യം, പാറയെ തുറക്കുന്ന സാന്നിധ്യം, മാറയെ മധുരമാക്കുന്ന സാന്നിധ്യം ഇന്ന് പകലിൽ യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിന് അവൻ തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ കഷ്ടതയിൽ ഇറങ്ങി വരുന്ന സാന്നിധ്യം. നീ പലതിനും മറുപടിയില്ലാതെ ഭാരപ്പെടുമ്പോൾ നിനക്ക് വേണ്ടി ആ സാന്നിധ്യം ഇറങ്ങി വരികയാണ്. നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ആ സാന്നിധ്യം വെളിപ്പെട്ടു വരികയാണ്. നീ പോകേണ്ട വഴി നിനക്ക് കാണിച്ചു തരുവാൻ ആ സാന്നിധ്യം ഇറങ്ങി വരികയാണ്. യേശുവിന്റെ നാമത്തിൽ. നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഇന്ന് പകലക്കാല ദൈവത്തിന്റെ മറുപടി എന്റെ സാന്നിധ്യം, എന്റെ സാന്നിധ്യം, എന്റെ സാന്നിധ്യം. ഓ, അതുകൊണ്ട് മോശ പറഞ്ഞു, നിന്റെ സാന്നിധ്യമില്ലെങ്കിൽ നീ എന്നെ അയക്കരുത്. നിന്റെ സാന്നിധ്യമില്ലെങ്കിൽ അയക്കരുത്. വഴി നല്ലതായതുകൊണ്ട് അയക്കരുത്. ആ സാന്നിധ്യമില്ലാതെ മതി കർത്താവേ, മതി കർത്താ, സാന്നിധ്യം മതി, ആ സാന്നിധ്യം മതി. ഇന്നത് ആത്മാവിൽ അനുഭവിച്ച് ആ സാന്നിധ്യത്തിൽ നിറഞ്ഞു നീ മടങ്ങ്. നിന്റെ വിഷയത്തിന് പരിഹാരം ഈ സാന്നിധ്യത്തിനകത്തുണ്ട്. നിന്റെ രോഗത്തിന്റെ സൗഖ്യം ഈ സാന്നിധ്യത്തിനകത്തുണ്ട്. നിന്റെ വഴികൾ തുറക്കപ്പെടുന്നത് ഈ സാന്നിധ്യത്തിനകത്തുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ആത്മമണ്ഡലത്തിൽ ആത്മാവിൽ ജനത്തെ അനുഗ്രഹിക്കുകയാണ്. എല്ലാ ഭാരങ്ങളും എറിഞ്ഞു മാറട്ടെ, എല്ലാ വേദനകൾ അഴിഞ്ഞു മാറട്ടെ, ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ പ്രവർത്തികൾ ഇന്ന് പകല് യേശുവിന്റെ നാമത്തിൽ ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടട്ടെ. ഞങ്ങളെന്നെ സ്നേഹിക്കുന്നപ്പാ, ഞങ്ങളെന്നെ സ്നേഹിക്കുന്നപ്പാ. സ്വർഗ്ഗപിതാവേ, ദാവീദിനോട് ചേർന്ന് എന്റെ ബലമായ ദൈവമേ, ഞാൻ അങ്ങ് സ്നേഹിക്കുന്നു. വാ, സ്നേഹിക്കുന്നവർ നിന്റെ വഴിയിൽ നടക്കണമല്ലോ. ആ വഴി അത് ദൈവ സാന്നിധ്യമാണെന്ന് ഇന്ന് പകൽ ആത്മാവ് ഞങ്ങളോട് ഇടപെട്ടല്ലോ. ദാവീദ് പറഞ്ഞതുപോലെ നിന്റെ ആത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുത്, നിന്റെ സന്നിധി വിട്ട് പോകരുത്. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, ഞങ്ങളുടെ യൗവനക്കാർ എല്ലാവരും കുഞ്ഞുങ്ങളുടെ രക്തത്തെ മുദ്രയിടുന്നു. അപ്പൊ അങ്ങയുടെ സാന്നിധ്യം ഇല്ലാത്ത ഒരിടം ഞങ്ങൾ ഉണ്ടാകരുതേ. അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്ന് അകലുന്നത് സകലത്തിനെയും ഇന്ന് പകൽക്കാലം ആത്മാവിൽ ശാസിക്കുകയാണ്. അപ്പൊ അങ്ങനെ സാന്നിധ്യം കൊതിക്കട്ടെ. ദൈവസഭയ്ക്കകത്ത് അങ്ങനെ സാന്നിധ്യം കൊതിക്കുന്ന തലമുറകൾ എഴുന്നേൽക്കട്ടെ. ആമേൻ കർത്താവേ, ഇരുന്നിട്ട് എഴുന്നേൽക്കാൻ കഴിയാതെ, പ്രാർത്ഥിച്ചിട്ട് നിർത്താൻ കഴിയാതെ, ആരാധിച്ചിട്ട് നിർത്താൻ കഴിയാതെ അങ്ങയുടെ സാന്നിധ്യത്തിനകത്ത് നിറഞ്ഞ് കവിയുന്ന ആത്മമണ്ഡലം യേശുവിന്റെ നാമത്തിൽ ദൈവസഭയ്ക്കകത്ത് തുറന്നു വരട്ടെ. ഭാരങ്ങളെ മറക്കുന്ന ആ സാന്നിധ്യം, വേദനകളെ മറക്കുന്ന ആ സാന്നിധ്യം, ശൂന്യതകളെ മറക്കുന്ന ആ സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നാമം ചൊല്ലി ദൈവസഭയെ അനുഗ്രഹിക്കുന്നു.
യേശു കർത്താവിൻ നാമത്തിൽ തന്നെ